ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ നന്ദനെ കാണാനായി എത്തിയ ധനുഷിന്റെ സംസാര രീതികളും പെരുമാറ്റമൊക്കെ സ്നേഹയ്ക്ക് വല്ലാതെ ഇഷ്ടമാകുന്നു. സ്നേഹ ധനുഷിനെ അവിടെ പിടിച്ചിരുത്തുമ്പോഴാണ് നന്ദനോട് വിശേഷങ്ങളൊക്കെ ധനുഷ് അറിയിക്കുന്നത്. കമ്പനിക്ക് ഉണ്ടായ നേട്ടങ്ങളെക്കുറിച്ചും ഇത്തവണ ഈ വർഷം കമ്പനിക്ക് ഉണ്ടായ നേട്ടം, അതിൽ പ്രധാനം ഈ മാസത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷയിലും ഏറെയാണ് എന്നുള്ള ധനുഷിന്റെ സംസാരം കേട്ട് വളരെയേറെ സന്തോഷത്തോടെ നന്ദൻ പറഞ്ഞു. ഇന്ന് നമ്മുടെ കമ്പനി നേടിയ ഈ നേട്ടത്തിനൊക്കെ ശരിക്കും ധനുഷ് തന്നെയാണ് അതിന് എല്ലാ രീതിയിലും അഭിനന്ദനം അറിയിക്കുന്നത്. ധനുഷിന്റെ പുതിയ ഐഡിയാസ് നമ്മുടെ കമ്പനിയിൽ വർക്കൗട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എന്ന് ധനുഷിനോട് നന്ദൻ അറിയിച്ചു. അങ്ങനെ ധനുഷിനെ കുറിച്ചുള്ള നന്ദന്റെ അഭിപ്രായവും, ധനുഷ് അത്രത്തോളം നല്ലൊരു കമ്പനിക്ക് അത്രയും വിലപ്പെട്ട ഒരു ജീവനക്കാരനാണെന്നുള്ള രീതിയിലുള്ള നന്ദന്റെ സംസാരമൊക്കെ കേട്ട് അങ്ങനെ മതിമറന്ന് നിൽക്കുകയാണ് സ്നേഹ. ധനുഷിനോട് സ്നേഹിക്ക് വല്ലാത്തൊരു അടുപ്പം മനസ്സിൽ തോന്നുന്നുണ്ട്. ധനുഷിന്റെ സംസാര രീതിയൊക്കെ കണ്ട് ആസ്വദിച്ചങ്ങനെ സ്നേഹം നിൽക്കുമ്പോൾ പെട്ടെന്ന് നന്ദൻ ചോദിച്ചു, അല്ല, നീ ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയാണോ? ധനുഷ് ഇത്രയും നേരമായി വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസെങ്കിലും നീ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ, അയ്യോ ഏട്ടാ, ഞാനിപ്പോ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ് വേഗം സ്നേഹ ജ്യൂസ് ഇടാനായി അകത്തേക്ക് പോയി. ഈ സമയത്ത് നന്ദൻ വിശേഷങ്ങളൊക്കെ അവൻ ധനുഷിനോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, അത് പിന്നെ സാർ, ഞാനിവിടെ വന്നപ്പോ അവന്തിക മേഡത്തെ കണ്ടിരുന്നു. മേഡം ആകെ ടെൻഷനിലാണ്. കാരണം മേഡത്തിന് ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നുള്ള ശീലമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് മേഡം ഓഫീസിൽ വന്നുകൊണ്ടിരുന്ന ആളാണെന്നും എനിക്ക് മനസ്സിലായി. മേഡത്തെ ഇങ്ങനെ വീട്ടിൽ ഇരുത്തിരിക്കുന്നത് കൊണ്ടായിരിക്കും ഈ മേഡത്തിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നത് എന്ന് എനിക്ക് തോന്നിയെന്ന് ധനുഷ് അറിയിച്ചതും നന്ദൻ പറഞ്ഞു, അത് പിന്നെ ധനുഷിന് അറിയില്ലല്ലോ, ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി നോക്കി ഇത്രയും നിലയിൽ എത്തിച്ചത്, ഇത്രയും നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് പോയത് അവന്തികയായിരുന്നു. അന്ന് അയാൾ എടുക്കേണ്ടി വന്ന സ്ട്രെയിനും കഷ്ടപ്പാടും ഒക്കെ എത്രത്തോളമാണെന്ന് എനിക്കും എൻ്റെ അച്ഛനും അറിയാം. അതുകൊണ്ട് തന്നെ ഞാനും അച്ഛനും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഇനി അവന്തികയെ ഓഫീസ് കാര്യങ്ങൾ പറഞ്ഞ് അവന്തിയെ ടെൻഷൻ ആക്കേണ്ടായെന്നും ഇനി അവന്തിക സമാധാനത്തോടെ തന്നെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്നും എടുത്തത്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോഴും യാതൊരു കുറ്റബോധവും തോന്നുന്നില്ല എന്ന ധനുഷിനോടുള്ള നന്ദന്റെ മറുപടി കേട്ട് ധനുഷ് ആകെ വിഷമത്തിലായി. ഉടനെ തന്നെ ധനുഷിനോട് നന്ദൻ ചോദിച്ചു, അല്ല, തന്റെ താമസ സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? തനിക്ക് റൂം റെഡിയായി കിട്ടിയോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, ഓ, ഹോട്ടൽ ജീവിതമല്ലേ സാറേ, അതും ഒരു കുടിസുമുറി, ഒട്ടും സുഖം തോന്നുന്നില്ല. അത് മാത്രമല്ല, എന്നെ പോലെ ഒരു ബാച്ചലറായിട്ടുള്ള ഒരാൾക്ക് ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ കഷ്ടമാണല്ലോ. ഇന്നത്തെ കാലത്ത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് ആ ഹോട്ടലിൽ തന്നെ, ആ മുറിയിൽ തന്നെ അങ്ങനെ ജീവിച്ചു പോകുന്നു സർ. അത് മാത്രമല്ലല്ലോ, ഈ ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞാലേ അത് വയറിനും പിടിക്കില്ല, ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് ധനുഷ് പറയുമ്പോൾ നന്ദൻ പറഞ്ഞു, ഓഹോ, തനിക്ക് അത്രയ്ക്ക് പ്രശ്നമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. താൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് അല്ലേ, അപ്പോൾ തനിക്ക് വേണ്ട അക്കോമഡേഷനും ഫുഡും ഒക്കെ നല്ല രീതിയിൽ തരേണ്ടത് എൻ്റെ ആവശ്യമല്ലേ. നല്ല മനസ്സ് ആകെ ഫ്രീ ആയിരുന്നാൽ മാത്രമേ, സന്തോഷത്തോടെ മനസ്സിരുന്നാൽ മാത്രമേ കൂടുതൽ ബിസിനസ് ചെയ്യാൻ കഴിയൂ. മനസ്സിന് എപ്പോഴും സമാധാനം കിട്ടണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ നല്ല രീതിയിൽ ബിസിനസ് നടത്താൻ കഴിയൂ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ ഈ നെല്ലിശ്ശേരിയിലെ ഔട്ട് ഹൗസിൽ ഇനി ധനുഷിന് താമസിക്കാം. അതിൽ ധനുഷിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ ഈ ഹോട്ടൽ ഫുഡ് എന്ന് പറഞ്ഞാലേ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഏറെ അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഫുഡും കഴിക്കാം. എന്താ, ധനുഷിന് കുഴപ്പം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചതും ധനുഷ് ചോദിച്ചു, അയ്യോ സാർ, ഇവിടെയോ എന്ന് ചോദിച്ചപ്പം, അതെന്താടോ, തനിക്ക് എന്റെ വീട്ടിൽ കഴിയാൻ പറ്റില്ലേ എന്നാ ധനുഷിനോടുള്ള നന്ദന്റെ ചോദ്യം കേട്ട് ധനുഷ് പറഞ്ഞു, അയ്യോ സാർ, അതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് ധനുഷ് മറുപടി നൽകിയതും ആ വാക്കുകൾ കേട്ട് ചിരിച്ചുകൊണ്ട് നന്ദൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ താൻ ധൈര്യപൂർവ്വം ഇവിടെ തന്നെ നിന്നു, അതിന് യാതൊരു വിസമ്മതവും കാട്ടേണ്ടതില്ല എന്ന് ധനുഷിനോട് നന്ദൻ അറിയിച്ചു. അങ്ങനെ നന്ദന്റെ ആ വാക്ക് കേട്ട് ധനുഷ് സന്തോഷപൂർവ്വം അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ സമയത്ത് ധനുഷിനുള്ള ജ്യൂസുമായിട്ട് അവിടേക്ക് സ്നേഹ എത്തിയതും ധനുഷിനെ അവിടെ കാണാതായതോടെ സ്നേഹ ചോദിച്ചു, അല്ല, ആള് പോയോ? അപ്പോഴേക്കും നന്ദൻ പറഞ്ഞു, പിന്നല്ലാതെ, നിന്റെ ജ്യൂസ് കിട്ടുന്നത് വരെ ഇവിടെ കാത്തു നിൽക്കാൻ പറ്റുമോ? നീ പോയി ആ ജ്യൂസ് നീ തന്നെ പോയി കുടിച്ചോ എന്ന് പറഞ്ഞു നന്ദൻ ഫയലും എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. ഈ സമയത്ത് പുറത്തിറങ്ങിയ ധനുഷ് പോകാനായി ബൈക്കിനരികിലേക്ക് എത്തി. ഹെൽമെറ്റ് തലയിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന്
വേഗം സ്നേഹ വിളിച്ചത്. ഹലോ മാഷേ എന്ന് വിളിച്ചത്. പെട്ടെന്ന് ധനുഷ് പിന്തിരിഞ്ഞു നോക്കിയതും സ്നേഹ ആ ജ്യൂസുമായിട്ട് ധനുഷിന്റെ അരികിലേക്ക് ചെന്നു. ദാ നിങ്ങൾക്ക് വേണ്ടി എടുത്ത ജ്യൂസായത്, ഇത് നിങ്ങൾ കുടിച്ചിട്ടങ്ങ് പോയാൽ മതി എന്ന് സ്നേഹ പറഞ്ഞു. വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജ്യൂസാ എന്ന് പറഞ്ഞപ്പോ ധനുഷ് ചോദിച്ചു, ഓഹോ, ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാനായി അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടോ എന്ന് ചോദിച്ചപ്പം ധനുഷിനോട് സ്നേഹ പറഞ്ഞു, കഷ്ടപ്പാടുണ്ടോന്നോ? ഇത് ഞാൻ എങ്ങനെയാണ് ആക്കിയെടുത്തെന്നറിയാവോ? വെറുതെ കിച്ചണിൽ ചെന്ന് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ജ്യൂസായി വരത്തില്ല. ഫ്രിഡ്ജ് തുറക്കണം, അതിൽ നിന്ന് ഫ്രൂട്ട്സ് എടുക്കണം, കഴുകണം, കട്ട് ചെയ്യണം, എന്നിട്ട് ജ്യൂസറിനകത്ത് ഇടണം, ജ്യൂസർ ഓൺ ചെയ്യണം, ജ്യൂസർ കൃത്യമായി തന്നെ അത് നോക്കി നിന്ന് ജ്യൂസറിൽ നിന്ന് അത് അരിച്ച് വേറെ ഗ്ലാസ്സിലേക്ക് മാറ്റണം. ഇത്രയൊക്കെ പ്രോസസ്സിങ്ങിന് ശേഷമാണ് ഒരു ജ്യൂസ് റെഡി ആവുന്നത്, അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ധനുഷ പറഞ്ഞു, ഓ, ഒരു ജ്യൂസ് റെഡിയായി വരുന്നതിന്റെ ജ്യൂസ് ഉണ്ടാക്കുന്നതിനെ കഷ്ടപ്പാട് ഇത്രയും വിശദമായി എനിക്ക് ഇന്നേ വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങന്നേക്ക് ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞ് ധനുഷ് ആ ജ്യൂസ് വാങ്ങിച്ച് കുടിക്കണം. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ധനുഷ് സ്നേഹയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞ് ജ്യൂസ് വളരെ ആസ്വദിച്ച് വീണ്ടും വീണ്ടും ധനുഷ് കുടിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അർച്ചന എത്തി. സ്നേഹയുടെ കയ്യിൽ നിന്ന് ധനുഷ് ജ്യൂസ് വാങ്ങിച്ച് കുടിക്കുകയും സന്തോഷത്തോടെ അത് ആസ്വദിച്ച് അങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ധനുഷിനെയും സ്നേഹയുടെയും സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ അപ്പുറത്ത് മാറുമെന്ന് അർച്ചന അകൃത്യമായി നോക്കിയിരുന്നു. ധനുഷ് പറഞ്ഞു, എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞതും ഉടനെ സ്നേഹ പറഞ്ഞു, ഇഷ്ടമാകും, ഞാനല്ലേ ജ്യൂസ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത്. ഉടനെ ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ ജ്യൂസിന്റെ കാര്യമല്ല പറഞ്ഞത്. അപ്പോഴേക്കും സ്നേഹ ചോദിച്ചു, പിന്നെ അതെന്താന്ന് ഇനി ജ്യൂസ് വന്ന് കുടിക്കുമ്പോൾ ഞാൻ പറയാം. കാരണം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ജ്യൂസ് കുടിക്കുമ്പം പറയാൻ എന്തെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞ് ജ്യൂസിന്റെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ അങ്ങനെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ട് ധനുഷ് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയ്ക്ക് ധനുഷിന്റെ ആ സംസാര രീതിയും പെരുമാറ്റമൊക്കെ കണ്ട് ആകെ സംശയമായി. ധനുഷ് ശരിക്കും മറ്റെന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയ അർച്ചന സംശയത്തിൽ തന്നെ ധനുഷിനെ നോക്കി. ഈ സമയത്ത് ഇതൊന്നും കാണാതെ ധനുഷ് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് സ്നേഹയുടെ അരികിൽ നിന്ന് മടങ്ങി. സ്നേഹ ധനുഷിന് ജ്യൂസ് കൊടുത്തിട്ട് നേരെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുന്ന അർച്ചനയെടുത്തിയെ സ്നേഹ കണ്ടു. ആകെ സംശയത്തിൽ നോക്കി നിൽക്കുന്ന അർച്ചനയെടുത്തിയെ കണ്ട് എന്താ പറയണമെന്നറിയാതെ ആകെ ചമ്മി നിൽക്കുകയാണ് സ്നേഹ. പതുക്കെ സ്നേഹ ആ ഗ്ലാസും പിടിച്ച് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി വന്നു. സ്നേഹ അർച്ചനയുടെ അരികിലേക്ക് എത്തിയതും അർച്ചനയെ ഒന്ന് സ്നേഹ നോക്കുമ്പോൾ സ്നേഹയെ രൂക്ഷമായി അർച്ചനയെ നോക്കി. ഉടനെ തന്നെ എട്ടത്തി എന്നുള്ള സ്നേഹയുടെ വിളി കണ്ട് അർച്ചന പറഞ്ഞു, അതെ, അതിഥിയെ സ്വീകരിക്കുന്നതും ആതിഥേയരുടെ മര്യാദ തന്നെയാണ്. പക്ഷേ വീട്ടിൽ വരുന്ന അതിഥിയെ ഇതുപോലെ അവരെ പോകുന്ന വഴിയിൽ ചെന്ന് അവർക്ക് ജ്യൂസ് കൊടുത്ത് അവരെ സൽക്കരിക്കേണ്ടത് അതത്ര നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ ഏട്ടത്തി ഞാൻ എന്ന് പറഞ്ഞ് അർച്ചന താൻ ചെയ്ത പ്രവൃത്തിയെ അർച്ചനയോട് പറഞ്ഞ് ന്യായീകരിക്കാനായി ശ്രമിക്കുന്ന സ്നേഹയോട് അർച്ചന പറഞ്ഞു, മതി മതി, ഇനി നീ കൂടുതലൊന്നും പറയണ്ട, അകത്തേക്ക് കയറി പൊക്കോ എന്ന് പറഞ്ഞ് അർച്ചന സ്നേഹയോട് പൊയ്ക്കൊള്ളാനെ അറിയിച്ചു. സ്നേഹ അകത്തേക്ക് കയറി പോന്നു. ഈ സമയത്ത് സംശയത്തോടെ അർച്ചന നിൽക്കുമ്പോൾ അവിടെ നിന്നിറങ്ങിയ ധനുഷ് ഒരു സൈഡിൽ കണ്ട ഒരു തട്ടുകടയിൽ കയറി അവിടെ നിന്ന് ശലം ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിക്കുകയും ചായ കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് അവന്തികയുടെ ഫോണിലേക്ക് വിളിച്ചു. അവന്തിക നെല്ലിശ്ശേരിയിലെ ആ ആട്ടുകടലിൽ ഇരുന്നങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്തികയുടെ ഫോണിലേക്ക് ധനുഷിന്റെ കോൾ എത്തിയത്. ധനുഷ് കോൾ വിളിച്ചുകൊണ്ട് അവന്തിക ആരെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി വേഗം കോൾ എടുത്തിട്ട് ധനുഷിനോട് സംസാരിച്ചു. ധനുഷ്, എന്താ നീ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ അവിടെ നിന്ന് പോന്നു, ആ കാര്യം പറയാനാ വിളിച്ചത്. പിന്നീട് അർച്ചന എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചതും ഇല്ല, ഇപ്പോ അവളുടെ മനസ്സിലായില്ലേ ധനുഷിന്, ഞാൻ പറയുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ, അവളുടെ സ്വഭാവ രീതികളും പെരുമാറ്റവും ഒക്കെ എങ്ങനെയുള്ളതാണ് ധനുഷിന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്ന് അവന്തിക ചോദിച്ചു. അവന്തികയുടെ ആ ചോദ്യം കേട്ട് ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ എല്ലാം മനസ്സിലാക്കി തന്നെയാ പോകുന്നത് എന്ന് പറഞ്ഞത്. അവന്തിക പറഞ്ഞു, അതെ, ഇനിയിപ്പോ പഴയതുപോലെ ഇവിടെ അങ്ങനെ എപ്പോഴും വരാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി സൂക്ഷിച്ചു വേണം ഇവിടേക്കൊക്കെയുള്ള വരവ്. അർച്ചനയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയം തോന്നിക്കഴിഞ്ഞാലേ അവൾ അതിന്റെ പിന്നാലെ പോകും. പിന്നെ അതോടെ തീർന്നു എല്ലാം. അത് കേട്ട ധനുഷ് പറഞ്ഞു, അതിനിപ്പോ ഞാൻ നെല്ലിശ്ശേരിയിൽ നിന്ന് പോയെങ്കിൽ വേണ്ടേ, ഇനി ഞാൻ നെല്ലിശ്ശേരിയിൽ തന്നെ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞപ്പോ അവന്തിക ഞെട്ടി. എന്താ എന്താ ധനുഷ് നീ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അവന്തികയോട് ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ നെല്ലിശ്ശേരിയിലെ ഔട്ട് ഹൗസിൽ ഇനി മുതൽ താമസം ആരംഭിക്കുകയാണ്. എനിക്ക്
അവന്തികയുടെ നിന്റെ ആ ഡെമ്മി ഭർത്താവ് അതിനുള്ള അനുമതി തന്നു കഴിഞ്ഞു. ഇനി മുതൽ എനിക്ക് അവിടെ താമസിക്കാനുള്ള പെർമിഷനായി. താമസ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് റെഡിയാകാത്തതിനാൽ ഇനി മുതൽ എം ഡിയുടെ വീട്ടിൽ തന്നെ, എം ഡിയുടെ ഔട്ട് ഹൗസിൽ തന്നെ താമസിച്ചോളാൻ എനിക്ക് ഒരു അവസരം തന്നിരിക്കുന്നു. ഇത് തന്നെ പോരെ, എനിക്ക് ആ വീട്ടിൽ കയറിയിറങ്ങാനുള്ള ഫുൾ സ്വാതന്ത്ര്യമായില്ലേ എന്ന് ധനുഷ് ചോദിച്ചത് കേട്ട് അവന്തിക്ക് വലിയ സന്തോഷമായി. ആഹാ, കൊള്ളാവല്ലോ, അപ്പോ അത്രയ്ക്കെല്ലാം കാര്യങ്ങൾ റെഡിയാക്കിയല്ലേ. ഇനി എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി എന്താ നമ്മുടെ മുന്നോട്ടുള്ള ഭാവി പ്ലാനിങ് എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. കാരണം പെട്ടെന്നാണല്ലോ ഇങ്ങനൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു വഴിത്തിരിവുണ്ടായത് കൊണ്ട് ഇനി ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ധനുഷിന്റെ ഫോൺ കട്ട് ചെയ്തിട്ട് അവന്തിക വളരെ സന്തോഷത്തോടെ നിന്നു. ഒരു കാര്യം കൂടി അവന്തിക ധനുഷിനെ ഓർമ്മിപ്പിച്ചു. അതെ, ഇപ്പോൾ നന്ദൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ സ്ഥിതിക്ക് ഇനി നീ കൂടുതൽ താമസിക്കുകയൊന്നും വേണ്ട. ഉടനെ തന്നെ ഇവിടേക്ക് താമസം മാറിക്കും. അല്ലെങ്കിൽ ഇക്കാര്യം അറിഞ്ഞ് നന്ദനെ പിന്തിരിപ്പിക്കാൻ ചിലപ്പോൾ അർച്ചന ശ്രമിച്ചേക്കും. അതുകൊണ്ട് അർച്ചന ഈ വിവരം അറിയുന്നതിന് മുൻപ് തന്നെ നീ വേഗം തന്നെ നിന്റെ സാധനങ്ങളുമായി ഇവിടെ ഔട്ട് ഹൗസിൽ താമസിക്കാനായി ഇനി വന്നേക്കണം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ധനുഷ് പറഞ്ഞു, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് അവന്തികയുടെ കോള് കട്ട് ചെയ്യുന്നു ധനുഷ്. അതിനുശേഷം അർച്ചന അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. അനൂപ് ഡ്രൈവിങ്ങിനിടെ കോള് വന്നത് കണ്ട് വേഗം അറ്റൻഡ് ചെയ്തിട്ട് എന്താ കാര്യം എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അവന്തികയുടെ മറ്റും പെരുമാറ്റ രീതികളിൽ സംശയം തോന്നിയതിനാല് ധനുഷിനെ കുറിച്ച് കൂടുതൽ അറിയാനായിരുന്നു അർച്ചനയുടെ ശ്രമം. അർച്ചന അനുവിനോട് ചോദിച്ചു, അല്ലേട്ടാ, നമ്മുടെ കമ്പനിയിലെ പുതിയൊരു വൈസ് പ്രസിഡന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരു മിസ്റ്റർ ധനുഷ് ഉണ്ടല്ലോ, അയാളെ കുറിച്ച് ഏട്ടൻ്റെ അഭിപ്രായം എന്താ? അയാളുടെ നാട് എവിടെയാ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ട ഉടനെ അനൂപ് ചോദിച്ചു, ആരാ, ധനുഷിനെ കുറിച്ചാണോ? അയാളുടെ ഇപ്പോഴത്തെ വർക്കിംഗ് ആണോ, അതോ അയാളുടെ കമ്പനിയിലുള്ള പെരുമാറ്റമാണോ, അതോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണോ ചോദിച്ചത് എന്ന് ചോദിച്ചതും എല്ലാം അയാളുടെ മൊത്തത്തിൽ അയാളുടെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് അറിയാനാണ് കേട്ടാ. എങ്ങനെയാ, അയാളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണോ എന്ന് ചോദിച്ചതും എന്തായാലും ഓഫീസിലൊക്കെ വളരെ നല്ല പെരുമാറ്റ രീതികളൊക്കെയാണ്. നല്ല ഒരു ജെന്യൂൻ ആയിട്ടുള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല സംസാരവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഒക്കെയാണ് എല്ലാവരുടെ ഇടയിലുള്ളത്. അല്ല, എന്താ മോളെ, നീ എന്തെങ്കിലും സംശയം വെച്ചാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് അനൂപ് അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, ഏയ് ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അർച്ചന വേഗം ഫോൺ കട്ട് ചെയ്തു. അപ്പോഴും അനൂപിനാകെ സംശയമായി. ധനുഷിനെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകിച്ച് അർച്ചന എടുത്തു ചോദിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ എന്നതായിരുന്നു അർച്ചനയുടെ സംസാരത്തിൽ നിന്ന് അനൂപിന് ആകെ സംശയം തോന്നിപ്പിച്ചത്. അതിനുശേഷം വൃന്ദാവനത്തിൽ കമലയിടത്തെയും ദയാനന്ദ മാഷും ആതിരെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു. ആതിരയ്ക്ക് ഇവിടേക്ക് വരണം എന്നാണ് മാഷെ ആഗ്രഹം. ആ നിലയ്ക്ക് നമ്മൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത്. അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാലോ, അതിനെക്കുറിച്ച് സേതുവേട്ടനോട് ഒന്ന് മാഷൊന്ന് വിളിച്ച് സംസാരിച്ചേ എന്ന് പറഞ്ഞതും ദയാനന്ദ മാഷ് പറഞ്ഞു, അതെ, നമ്മള് മനഃപൂർവ്വം അവളെ അവിടെ നിർത്തിയിട്ട് പോകുന്നതല്ലോ. നമ്മുടെ കൂടെ വരാനായിട്ട് അവൾ തയ്യാറാണെന്ന് അറിഞ്ഞപ്പോ നമുക്കും സന്തോഷമായിരുന്നല്ലോ അവളെ കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷേ എല്ലാം നമ്മളുടെ ആഗ്രഹത്തിനൊത്ത് നടക്കാതിരുന്നത് അവിടെ സേതു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് കൊണ്ടല്ലേ. അത് മാത്രമല്ല, അവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹവും അത് തന്നെയായിരുന്നു. അന്ന് ആതിരമോളും എതിർപ്പൊന്നും പറഞ്ഞുമില്ല. അതുകൊണ്ടല്ലേ നമ്മളിങ്ങ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ കമലയെടുത്തി പറഞ്ഞു, എങ്കിലും അവളുടെ മനസ്സിലിപ്പോ ആഗ്രഹമുണ്ട് നമ്മുടെ കൂടെ ഇവിടെ വന്ന് നിൽക്കണമെന്ന്. അതുകൊണ്ട് ഒന്ന് മാഷ് സേതുവേട്ടനോട് ഒന്ന് വിളിച്ച് സംസാരിച്ചേ, നമുക്ക് അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരാം എന്ന് കമലയെടുത്തി നിർബന്ധം പറഞ്ഞു. അത് കേട്ട ദയാനന്ദ മാഷ് പറഞ്ഞു, എന്നാലും ഇപ്പൊ എങ്ങനെയാ നമ്മള് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് എന്ന് ചോദിച്ചപ്പോ കമലയെടുത്തി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യേ, നമുക്ക് അച്ഛനെ വിളിച്ചൊന്ന് സംസാരിക്കാം, അവളോട് ചോദിക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അവളുടെ അഭിപ്രായം അറിഞ്ഞു കഴിയുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു തീരുമാനത്തിലെത്താവല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ദയാനന്ദ മാഷ് പറഞ്ഞു, എന്നാ ശരി, അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കാം, അവള് കാര്യങ്ങൾ വിശദമായിട്ട് പറയുമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വേഗം അർച്ചനയുടെ ഫോണിലേക്ക് വിളിച്ചു. അർച്ചന കോൾ എടുത്തതും ദയാനന്ദ മാഷ് പറഞ്ഞു, മോളെ അച്ചു, ഞങ്ങളെ വിളിച്ചതേ നിന്നോടൊരു കാര്യം ചോദിക്കാനാണ്. ആതിര മോളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. അന്ന് അവിടെ വന്ന് ആ ചടങ്ങ് മാത്രം നടത്തിയതേ ഉള്ളൂ. പിന്നെ സേതുവിന്റെ നിർബന്ധം കൊണ്ടാണല്ലോ നമ്മളന്ന് ആതിര മോളെ അവിടെ നിർത്തിയിട്ട് പോരാന്ന് തീരുമാനിച്ചത്. എന്നാ ഇപ്പോ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നാലോ എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ അർച്ചന ചോദിച്ചു, അതെന്താ അച്ഛാ,
ആതിര വിളിച്ചിരുന്നോ? അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? അങ്ങോട്ട് വരണമെന്ന് വല്ലതും അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോ മാഷ് പറഞ്ഞു, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതല്ല, ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് അങ്ങനെ ഒരു ചോദ്യം മോളോട് ചോദിച്ചു. മോളുടെ അഭിപ്രായം എന്താ? ഞങ്ങള് അവളെ കൂട്ടിക്കൊണ്ട് വരുന്നതിന് മോൾ എന്താ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, അച്ഛാ, എന്തായാലും ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ലല്ലോ അച്ഛാ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇതിന് ഇവിടെയുള്ള എല്ലാവരുടെയും കൂടി അഭിപ്രായം അറിയണ്ടേ? എന്തായാലും ഞാൻ എല്ലാവരോടും കൂടി ഒന്ന് സംസാരിച്ചിട്ട് അച്ഛനെ വിളിക്കാം എന്നറിയിച്ചു. എന്നാൽ ശരി മോളെ എന്ന് പറഞ്ഞ് ദയാനന്ദ മാഷ് ഫോൺ വെച്ചു. കമലെടുത്തി അച്ഛൻ്റെ അഭിപ്രായം കേൾക്കാനായി കാതോർത്ത് നിന്നപ്പോ ദയാനന്ദ മാഷ് കമലെടുത്തിയോട് പറഞ്ഞു, ഞാൻ മോളോട് സംസാരിച്ചു. അവൾ പറഞ്ഞത് അവൾ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല എന്നതാണ്. ഇക്കാര്യത്തിൽ അവൾ തനിച്ചല്ലല്ലോ തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഉടനെ തന്നെ ഇക്കാര്യങ്ങൾ വീട്ടിലുള്ള എല്ലാവരോടും കൂടി സംസാരിച്ചിട്ട് അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വിളിക്കാമെന്നാ പറഞ്ഞത് എന്ന് അർച്ചന പറഞ്ഞ കാര്യം ദയാനന്ദ മാഷ് കമലെടുത്തിയെ ധരിപ്പിച്ചു. ഈ സമയത്തായിരുന്നു അവന്തികയുടെ ഫോണിലേക്ക് അജയ് ഘോഷ് വിളിച്ചത്. അജയ് ഘോഷിന്റെ കോള് വരുന്നത് കണ്ട് അവന്തിക വല്ലാതെ ഭയന്നു. അയ്യോ, ഇവനെ പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് പുറത്തിറക്കാത്തത് കൊണ്ടാണോ, ജാമ്യത്തിൽ അവനെ ഇറക്കാത്തതിനാണോ അവൻ ചിലപ്പോ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇനി മറ്റെന്തെങ്കിലും കാര്യം ഉണ്ടാവോ? എന്തായാലും വേണ്ട, എടുക്കണ്ട എന്ന് വിചാരിച്ച് വേഗം പോകാനായി തുടങ്ങുന്നു. അപ്പോഴേക്കും വീണ്ടും അവന്തികയുടെ ഫോൺ റിങ് ചെയ്തു. അവന്തിക ആകെ ഭയത്തോടെ കോൾ എടുത്ത് നോക്കി. അപ്പോഴാണ് അവന്തികയുടെ ഫോണിലേക്ക് അജയ് വീണ്ടും വിളിച്ചിരിക്കുന്നത്. അജയുടെ കോൾ ആയതുകൊണ്ട് ഇനി എടുക്കാതിരുന്നാൽ അതിലും വലിയ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് കോള് അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് വിളിച്ചതും അജയൻ ചോദിച്ചു, മേഡം, ഞാനാ അജയൻ എന്ന് പറഞ്ഞത്. ഉടനെ അവന്തിക പറഞ്ഞു, അജയ, നീ പുറത്തിറങ്ങിയോ എന്ന് ചോദിച്ചതും അജയൻ പറഞ്ഞു, അതൊക്കെ ഇറങ്ങി മേഡം, ഞാനിപ്പോ ജാമ്യത്തിലാണ്, അതൊക്കെ വിട്ടേക്ക്. മേഡം എന്നെ പുഷ്പം പോലെ പുറത്തിറക്കുമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് പുഷ്പവും കണ്ടില്ല, വരാന്ന് പറഞ്ഞ ആളുകളെയും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അത് പിന്നെ അജയ, എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അതുകൊണ്ടാ എനിക്കപ്പോ ആ സമയത്ത് നിന്നെ പുറത്തിറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എനിക്കുണ്ടായിരുന്നത്. അതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞത്. അജയൻ പറഞ്ഞു, മതി മതി, ഇനി എനിക്ക് കൂടുതലൊന്നും കേൾക്കണമെന്നില്ല. ഞാനിപ്പോ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ്. ഞാനിപ്പോ ജാമ്യത്തിലിറങ്ങി. ഇനി ഉടനെ തന്നെ അടുത്ത കോടതി കൂടും. അപ്പോ ഞാൻ അവിടെ ചെന്ന് മൊഴി പറയുകയും ചെയ്യണം. അതിന് എനിക്കൊരു കാര്യം മേഡത്തോട് പറയാനുണ്ടായിരുന്നു. അത് കേട്ട ഉടനെ അജയന്റെ സംസാരമൊക്കെ കേട്ട് അവന്തിക ഞെട്ടലോട് ചോദിച്ചു, എന്താ അജയ, എന്താ കാര്യം? ഉടനെ അജയൻ പറഞ്ഞു, അല്ല, ഞാൻ ജയിലിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ തമ്മിലൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഞാൻ പുറത്തിറങ്ങിയ അപ്പോ അനഘയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമെന്ന്, അനഘയുമായിട്ടുള്ള എന്റെ വിവാഹം നടത്തി തരാമെന്ന്. എന്താ അക്കാര്യം മറന്നുപോയോ ഏട്ടി? അതുകൊണ്ട് എത്രയും വേഗം എന്റെയും അനഘയുടെയും വിവാഹം നടത്തി തരണം. അത് പറയാനാണ് ഞാനിപ്പോ വിളിച്ചത്. അക്കാര്യം സംസാരിക്കാനായിട്ടാ. സത്യത്തിൽ ഫോണിലൂടെ അല്ല ഇതൊക്കെ പറയേണ്ടത്. ഞാൻ അങ്ങോട്ട് നെല്ലിശ്ശേരിയിലേക്ക് വരട്ടെ? അവിടെ വന്ന് നമുക്ക് നേരിട്ട് ഇക്കാര്യങ്ങൾ സംസാരിക്കാം. എന്താ, വരട്ടെ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു, അജയ, നീ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട, നീ ഫോൺ വെച്ചോ. ഞാൻ എന്തായാലും ഉടനെ നിന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയാം എന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കുന്നു. അജയൻ അപ്പോഴേക്കും അവന്തിക ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ആകെ സംശയത്തിലായി. എന്തായാലും ഇക്കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കി താൻ പറയാമെന്ന് പറഞ്ഞ് അവന്തികയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായതിനാൽ അജയൻ ആകെ സംശയത്തോടെ ആലോചിച്ചു. ആ സമയത്ത് അവന്തിക ഫോൺ വെച്ചതിന് ശേഷം പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, ഇനിയും ഞാൻ ഇക്കാര്യം എങ്ങനെ അനഘയോട് പറയും? അനഘ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആ നിമിഷം വെറുത്തു തുടങ്ങും. അനഘയുമായിട്ടുള്ള അവന്റെ വിവാഹകാര്യത്തെക്കുറിച്ച് എനിക്ക് അനഘയോട് പറയാനേ സാധിക്കില്ലല്ലോ. എന്താ ഈശ്വര ഞാൻ ചെയ്യുക? ആകെ പ്രശ്നത്തിലായല്ലോ. അവനിനി ഇവിടേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത് അതിനേക്കാളും വലുതല്ലേ എന്നുള്ള രീതിയിൽ ആകെ വിഷമത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഈ സമയത്ത് അവിടേക്ക് താമസം മാറാനായി ധനുഷ് തന്റെ ബാഗും എല്ലാം എടുത്തുകൊണ്ട് അവിടെ വീട്ടിലേക്ക് വന്നിറങ്ങി. നെല്ലിശ്ശേരിയിലേക്ക് ബാഗുമെല്ലാമായി ധനുഷ് വന്ന് കയറുമ്പോൾ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടുന്ന നിമിഷത്തിൽ ധനുഷ് മനസ്സുകൊണ്ട് പറഞ്ഞു, ഈ നെല്ലിശ്ശേരി കുടുംബത്തിനെ, ഈ കുടുംബത്തിന്റെ ഓരോരുത്തരെയും ഒന്നൊന്നായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഞാൻ ഈ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത്. ഇനി ഇവിടെയുള്ള എല്ലാത്തിനെയും ഞാൻ ചക്രശ്വാസം പഠിപ്പിക്കും. ഒരെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ പ്രതിജ്ഞയെടുത്തുകൊണ്ട് ധനുഷ് ആ പടി ചവിട്ടുന്നു. അങ്ങനെ ധനുഷ് അകത്തേക്ക് കയറി വരുമ്പോ അകത്തെ ടേബിളും ആ സെറ്റിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അർച്ചന. അർച്ചന ആ ഹാളിൽ നിൽക്കുന്നതുകൊണ്ട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്ന ധനുഷിനോട് അർച്ചന അരികിലേക്ക് ചെന്ന് ദേഷ്യപ്പെട്ടു. തനിക്ക് സാമാന്യ മര്യാദ എന്നുള്ളതില്ലേ? താൻ എന്തൊക്കെയാ ഈ ചെയ്തു കൂട്ടുന്നത്? ഒരു വീട്ടിലേക്ക് വന്ന് കയറുന്നത് അല്പം മര്യാദ വേണ്ടേ?
വെറുതെ താനിങ്ങ് ഇടിച്ചു കയറിങ്ങി പോരുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യത്തോടെ ധനുഷിനോട് അർച്ചന സംസാരിച്ചു. അത് കേട്ട ഉടനെ ധനുഷ് പറഞ്ഞു, അതിന് ഞാൻ മര്യാദക്കേടൊന്നും കാട്ടിയില്ലല്ലോ മാഡം എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, പിന്നെ താനിപ്പോ എന്താ ഈ കാണിച്ചത്? ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? താൻ വെറുതെ ഇങ്ങ് ഓടിച്ചാടിങ്ങി പോരുകയല്ലേ ചെയ്തത്? ഇതാണോ മര്യാദ എന്ന് പറയുന്നത്? അതെ, ഇവിടെ എന്തെങ്കിലും ഓഫീസ് കാര്യങ്ങൾ കാണുവാണെങ്കിൽ അത് ഓഫീസിൽ തന്നെ പറഞ്ഞു തീർക്കണമെന്നാ പറഞ്ഞത്, അല്ലാതെ ഈ വീട്ടിലേക്ക് താൻ വരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചതും ഞാൻ ഓഫീസ് കാര്യത്തിനല്ലല്ലോ വന്നത് എന്നായി ധനുഷിന്റെ മറുപടി. അത് കേട്ട ഉടനെ അർച്ചന ചോദിച്ചു, ഓഫീസ് കാര്യത്തിനല്ലേ, പിന്നെന്താ താൻ വീട്ടിൽ കയറി താമസിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ. അത് കേട്ടതും അർച്ചന ഞെട്ടലോട് ചോദിച്ചു, താൻ എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അതെ, ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഈ വീടിന്റെ, അതായത് ഞങ്ങളുടെ MD ആയ നന്ദൻ സാർ പറഞ്ഞത് ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാനാണ്. അങ്ങനെ ഔട്ട് ഹൗസിൽ താമസിക്കാനുള്ള അനുമതി എനിക്ക് നന്ദൻ സാർ തന്നിരിക്കുന്നു. അതിനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞതും അർച്ചന ആ വാക്കുകൾ കേട്ട് ഞെട്ടി നിൽക്കുന്നു.